എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് വളർച്ചയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ കുട്ടി കൃഷികളൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് വലിയ കീടനാശിനികളോ അല്ലെങ്കിൽ വളപ്രയോഗങ്ങളോ അങ്ങനെയൊന്നും നടത്താനൊന്നും ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് നാട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇല വെച്ചിട്ടുള്ള ഒരു കൊച്ചു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നല്ലൊരു വളർച്ച ഹോർമോണാണ് ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. എന്നാൽ പിന്നെ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും അതുപോലെ നാട്ടിലൊക്കെ കാണുന്ന മുരിങ്ങയുടെ ഇലയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മുരിങ്ങയില എന്ന് നമുക്കൊക്കെ അറിയാം. നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാനും അതുപോലെ ഫേസിലൊക്കെ തേക്കാനും ഒക്കെ നമ്മൾ മുരിങ്ങയുടെ ഇല യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊരു നല്ലൊരു വളം കൂടിയാണ് മറ്റുള്ള ചെടികൾക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു മാസത്തിനും ഒരു 1.5 മാസം പ്രായമായിട്ടുള്ള ഇലകൾ ഉണ്ടാവില്ലേ, ഇല ഇങ്ങനെ തളിരില വന്നു കഴിഞ്ഞ് കുറച്ചൊന്ന് ഒരു നല്ല ഡാർക്ക് പച്ച കളർ വരുന്നേക്കാളും മുമ്പായിട്ടുള്ള ഒരു ഇളം പച്ച കളറിൽ നിൽക്കുന്ന ഒരു 1.5-2 മാസത്തിനുള്ള ആ ഒരു പ്രായം മാത്രം എത്തിയിട്ടുള്ള തളിരിലകളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അത് നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 പിടിയൊക്കെ മതിയാവും. നമ്മുടെ കുറേ ചെടികൾക്ക് വേണമെങ്കിൽ കുറച്ച് അത് എടുക്കണം. ഞാനിപ്പോൾ ഒരു 2 കൈപ്പിടി അളവിനനുസരിച്ചിട്ട് കാണിച്ചു തരാം. അതിന് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി അതിൽ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചൊന്ന് ജ്യൂസാക്കിയിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. ദേ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞത്. നന്നായിട്ട് ജ്യൂസ് പോരട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിൽ 30 ഇരട്ടിയോളം വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ചെടികൾക്ക് തെളിച്ച് കൊടുക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് തെളിച്ച് കൊടുക്കാം. കടയ്ക്കലൊക്കെ കുറച്ചൊന്ന് കടയുന്ന ഒരു തരി നീങ്ങിയിട്ട് അങ്ങോട്ട് ചുറ്റുമായിട്ട് ഒഴിച്ചും കൊടുക്കാൻ പറ്റും. ചെറിയ ചെടികൾക്കൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വളർച്ച വരും. അതുപോലെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും. കായ്കൾ പിടിക്കാത്തതാണെങ്കിൽ കായ്കൾ പിടിക്കും. അങ്ങനെ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വളർച്ചാ ഹോർമോണാണ് ഈ ഒരു മുരിങ്ങയുടെ ഇലയിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. പെട്ടെന്ന് തെളിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിലായിട്ട് ഒഴിച്ചിട്ട് തെളിച്ച് തീർക്കുക. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തെളിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി തോട്ടമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഏത് ചെടികൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. വിത്തൊക്കെ നമ്മൾ മുളപ്പിക്കാനായിട്ട് പാകിയിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മുളച്ച് വരും. നല്ലൊരു വളർച്ചാ ഹോർമോണാണ് ഈ ഒരു മുരിങ്ങയുടെ ഇലയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.